ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ്. അപ്പോൾ പുതുപുത്തമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു റൂം ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ എനിക്ക് റൂം എന്തായാലും കുറച്ച് ദിവസമായി ഒരുമാതിരി അലമ്പാക്കി എടുക്കാണ്. വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗും കൂടി അതിൻ്റെ കൂടെ എടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ക്ലീനിങ് തുടങ്ങാം. അതിന് മുമ്പ് ഇപ്പോഴത്തെ കാലം കാണിച്ചു തരാം. റൂമിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇരിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ എടുക്കുന്നത് കണ്ടു, അതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെ മാറി അതൊക്കെ എടുത്ത് അവിടെ കൊണ്ടിടും. അപ്പോൾ അതൊക്കെ ആ കാലം കൊലായി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ആ ബാക്കിലത്തെ അവിടെ പിന്നെ ഹാങ്ങറുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വേറെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വലിയ കുഴപ്പമില്ല, കാരണം അവിടെ അത്യാവശ്യം ബുക്കുകളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ആക്കാനുള്ള സ്ഥലം കാണിച്ചു തരാം. എൻ്റെ ടേബിളല്ല മേശയല്ല, എന്നിട്ടാണ് കട്ടിലും കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതൊക്കെ എൻ്റെ കണ്ടൻറ്റൊക്കെ എഴുതിയിരിക്കുന്ന ബുക്കൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഒരു ചെറിയ ക്ലീനിങ് വ്ളോഗ്. ഡെസ്ക്കാണ് മെയിനായിട്ട് ക്ലീൻ ആക്കാനുള്ളത്. വേണ്ട, ഇതാണ് ഡെസ്കിൻ്റെ കോലം. ഡെസ്കും ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ കോലം. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ അതിന് തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കട്ടെ. അപ്പോൾ അത് ഇവിടെ കണ്ട കുറേ പെട്ടികൾ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ പെട്ടികളാണ്. എൻ്റെ അച്ഛൻ്റെ ഉണ്ട്, അമ്മയുടെ ഉണ്ട്, ചേട്ടൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ഫോൺ പെട്ടികളിലൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ, ഓപ്പോ K13. ഇതെൻ്റെ ചേട്ടൻ്റെ ഫോൺ OnePlus 13 അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ കാണിച്ചത്. കൂളിംഗ് ഗ്ലാസ് കാണിച്ചത്. കൂളിംഗ് ഗ്ലാസ് 1 2 3 4 5 6 7 8 9 ഇതേണ്ട. ഇതൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ച കൂളിംഗ് ഗ്ലാസ്സുകളാണ്. ബ്രാൻഡഡ് സാധനങ്ങളൊന്നുമല്ല കേട്ടോ. ഒരു 100-150 ആ റേഞ്ചൊക്കെ ഉള്ളൂ. മീഷോ എന്ന് വാങ്ങിച്ചതൊക്കെയാണ് മിക്കതും. അപ്പോൾ ഇതൊക്കെ എന്തിനാ വെച്ചാൽ ഞാൻ നേരത്തെ വന്ന വീഡിയോസിൽ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. ഇതൊന്നും ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ലാണ് വീഡിയോയിൽ, പക്ഷേ ബാക്കിയൊരു ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂളിംഗ് ഗ്ലാസ് കളക്ഷൻ. അപ്പോൾ അത് ഞാൻ കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ അവിടെ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടൈം, നമ്മുടെ എന്താണ് ക്ലോക്കാണ്, ഡിജിറ്റൽ ക്ലോക്ക്. ഇത് കാണുന്നില്ലല്ലോ, ഇത് ഞാൻ ഓൾറെഡി ഫ്ലാഷ് അടിക്കേണ്ടത് അതാണ്. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് മൊത്തം ലൈറ്റ് വേണം, അപ്പോഴാണ് കാണാണ്ടാവുന്നത്. പിന്നെ പൗഡർ സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ വാച്ച്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ മുമ്പ് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ 2 റിമോട്ട്, പിന്നെ നമ്മുടെ AC കാറൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം. ഇതാണ് AC കാർ. പിന്നെ കുറച്ച് ഹെഡ്ഫോൺ, പിന്നെ ഐക്യുവിൻ്റെ കുപ്പി, പിന്നെ നമ്മുടെ ഹിമാലയൻ ബൈക്ക് കാണിച്ചതാണ്. അതാ ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ സംഭവമാണിത്. പിന്നെ അതൊക്കെയാണ്. പിന്നെ നേരത്തെ വന്ന ബോക്സുകൾ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചതാം. ഇത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചതാണ്. അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് കാണിച്ചതാം. അതിന് മുന്നേ നമ്മുടെ ബാറ്റ്മാൻ ജെംസിൻ്റെ മിഠായിയുടെ കൂടെ കിട്ടിയ സാധനം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ ഈ അടുത്ത് എനിക്ക് അയച്ചതാണ്. ഇത് കുറച്ച് ആക്സസറീസാണ്. ഒരു മാലയും, പിന്നെ അതുപോലെ തന്നെ കൈമേലുള്ള ബാൻഡും വള, അങ്ങനെ സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ നമ്മുടെ ടേബിൾ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അടക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതാണ് മെയിൻ സംഭവം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫാസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ടൈം ലാപ്സ് പോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധടിക്കും. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു, ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വേണ്ട, അവിടെ ഫുൾ ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അകലിൽ നിന്ന് കാണുമ്പോൾ വലിച്ചു വാരിട്ടേക്കണ പോലെ തോന്നുമായിരിക്കും. എന്നാലും കറക്റ്റ് നമ്മൾ എല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇവിടെ പിന്നെ ടേബിൾ
ക്ലീൻ ആയിട്ട്. പിന്നെ ഇതിൽ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കിടക്കയിൽ, അതുകൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിടക്കയും ക്ലീനാണ്. അപ്പോൾ ടോട്ടൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ട്. അപ്പോൾ ഇത് അവിടെ ക്ലീൻ ആക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് ഒരു തൊപ്പി. അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും അത്രത്തോളമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൂമൊന്ന് പോയി ക്ലീൻ ആക്കുക, നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അടിപൊളിയാക്കി വയ്ക്കുക. അപ്പോൾ എന്തായാലും അത്രത്തോളമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളിയാണെന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.